നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പൊ ഇത് ഈ ഒരു റീ റിലീസിന്റെ കാലഘട്ടമാണല്ലോ. ഒരുപാട് സിനിമകൾ ഇപ്പം വീണ്ടും തിയേറ്റേഴ്സിലേക്ക് എത്തുന്ന സമയത്ത് മലയാളത്തിലെ വൺ ഓഫ് ദ ഐക്കോണിക് ക്ലാസിക് ഫിലിംസ് ആയിട്ടുള്ള അമരവും തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. സോ അമരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മലയാളത്തിന്റെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അശോകൻ ചേട്ടൻ ഉണ്ട്. സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ബാബു തിരുവല്ല സാർ ഉണ്ട്. സാറിന്റെ മകൾ ഹാരയുണ്ട്. ഹായ്, 3 പേർക്കും വെൽക്കം. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ജനറേഷനിലെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ക്രിയേറ്റേഴ്സിന് നമുക്ക് താങ്ക് യു പറയാം. താങ്ക് യു വീണ്ടും ഇത് തിരശീലയിലേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പം ഇതില് നായകൻ എന്ന് വിളിക്കാൻ പറ്റുമോ, അതോ എന്താണ് നമുക്ക് ഇതിനകത്ത് രാഘവനെ വിളിക്കാൻ പറ്റുന്നത്? അത് അച്ചു ആണോ രാഘവനാണോ ആക്ച്വലി ഹീറോ എന്ന് നമുക്കൊരു സമയത്ത് ഒരു ഡൗട്ട് വരും. അപ്പം രാഘവന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അത്രയും ഇന്റൻസിറ്റി ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണോ അശോകൻ സാർ ആ ക്യാരക്ടർ ചെയ്തത്? 30 വയസ്സ് കഷ്ടി ഉണ്ടാവുമായിരിക്കും എന്നല്ലേ? പ്രായമാണ് പ്രശ്നം. എത്ര വയസ്സും അത്ര തന്നെ അത് ഉള്ളത് ഞാൻ പറയത്തില്ല. എന്നാലും ശരി, എന്ത് വേണേ വിളിക്കാം. നായകനാണോ അല്ലാത്ത റോളാണോ എങ്ങനെ വേണേ കരുതാം. പക്ഷെ പ്രധാന വേഷം തന്നെ, പ്രധാന വേഷമാണ്. ഈ ഒരു ചോദിച്ചത് എന്താ ചോദ്യം പറയൂ. അല്ല, ഈ ഒരു തിരക്കിന്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് സമയമുള്ളൂ അശോകൻ സാർ, ഹി ഹാവ് എ ഫ്ലൈറ്റ് ടു ക്യാച്ച്. അപ്പം ആ ഒരു കിട്ടുന്ന ഇച്ചിരി സമയത്തിൽ ഒത്തിരി ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ആക്ച്വലി അന്ന് ഇപ്പൊ ഭരതൻ സാറിന്റെ ഡിറക്ഷനിൽ ലോഹി സാർ എഴുതുന്ന ഒരു കഥ, ആ ഒരു കഥാപാത്രത്തിന്റെ ഡെൻസിറ്റി ഒക്കെ അന്ന് ആ ഒരു യങ്സ്റ്ററിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നോ? ഭരതേട്ടന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ തന്നെ ഒരു വലിയൊരു നമുക്കൊരു ബഹുമതിയാണ്. വാസ്തവം കാരണം എത്രയോ പേര് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്, അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യാൻ, അസിസ്റ്റന്റായിട്ട് പോലും വർക്ക് ചെയ്യുക, പാട്ട് എഴുതാൻ, എല്ലാത്തിനും ശരി. അപ്പം അങ്ങനെ ഭരതേട്ടൻ്റെ അന്ന് 2-3 സിനിമ ഞാൻ അഭിനയിച്ചു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അമരം സിനിമയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ അഭിനയിക്കുന്ന സ്ഥലത്ത് എനിക്കറിയില്ല. അല്ല, എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ സാധാരണ ഒരു നല്ലൊരു ക്യാരക്ടർ. അപ്പം അല്ലാണ്ട് പറഞ്ഞു ഇതിനകത്ത് വേറെ നിങ്ങൾ 2 പേരേ ഉള്ളൂ, മമ്മൂട്ടിയും പിന്നെ നീയും മുരളിയും KPS ലളിതയും ആദവും, അത്രയാണ് നേരത്തെ പ്രധാന വേഷം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അതിൽ ക്യാരക്ടർ നിന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പുള്ളി കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിടയ്ക്ക്. അപ്പോഴാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു പിന്നെ ഡെപ്തിനെ കുറിച്ച് ഞാൻ അറിയുന്നതൊക്കെ. അത് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഈ പടത്തിൽ അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ഞാൻ, സിനിമയാണ് ശരി അല്ല എൻ്റെ ക്യാരക്ടറാണ് ശരി ഒന്നും ഞാനത് ഉദ്ദേശിച്ചിരുന്നില്ല. പടം ഇറങ്ങി കഴിയുമ്പോൾ ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് തിയേറ്ററിൽ വന്നതൊക്കെ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പിന്നെ ഒരു ലൈഫ് ലോങ് ഒരു എവർഗ്രീൻ ഫിലിമായിട്ട് അങ്ങ് മാറി. അത് പിന്നെ ഇത്രയും അല്ലേ, ഈ 36 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ഒരു വർഷമല്ല ഒന്നും. അപ്പോഴും ഒരു പടം ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമോ ദൈവാനം തൊട്ട് പറയാം. ഇപ്പൊ ഇത് നമ്മൾ സംസാരിക്കുന്നതല്ല, ഇങ്ങനെ അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞ ഈ ഒരു പടത്തിന്, ഇത്രയും വർഷത്തിന് പടത്തിന് വീണ്ടും ഒരു പുതിയ പടത്തിന് പോലെ തന്നെ ഒരു അല്ലേ ഒരു ഫീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു ദൈവാധീനമാണ്, നിമിത്തമാണ്. അത് നിസ്സാര കാര്യമായിട്ട് നമ്മൾ തോന്നില്ല. ആ ഒരു അനുഗ്രഹത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അഭിനയിച്ചിട്ടിരിക്കുന്ന ഒരുപാടധികം ആക്ടേഴ്സ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. KPS ലളിത മാം, ചിത്ര മാം. അതെ. അപ്പം ഇതിൽ ആരോടൊപ്പമാണ് അശോകൻ സാർ വളരെ ഒരു അടുപ്പം കീപ്പ് ചെയ്തിരുന്നത്? ആൻഡ് അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? KPS ലളിത ചേച്ചിയോട് എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ KPS ലളിത ചേച്ചിയോട് ഞാൻ അഭിനയിക്കുന്നു. അന്ന് അവരൊക്കെ ഞാനൊക്കെ വളരെ ആരാധനയോട് നോക്കിയിരുന്നു. കാരണം അതിന് മുമ്പൊക്കെ ഞാൻ സിനിമ വരുന്നതിന് മുമ്പൊക്കെ അവരുടെ പടങ്ങൾ അങ്ങനെ അതിനകത്ത് പലരുടെയുണ്ട്. തിരുവഴിയമ്പലത്തിൽ തന്നെ സുകുമാരി ചേച്ചി, അടൂർ ഭവാനി ചേച്ചി, ഒരുപാട് പേരുണ്ട് അതിനകത്ത്. ശാന്തകുമാരി ചേച്ചി, ജോസ് പ്രകാശ് സാറ്, അങ്ങനെ പിന്നെ ഞാനൊക്കെ ഇവരൊക്കെ വളരെ എത്രയോ പടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആരാധിച്ചിരുന്നവർ അവരൊക്കെ. പക്ഷെ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ച് കൂടെ അഭിനയിക്കുന്ന മറ്റു ആക്ടേഴ്സൂടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കൊന്നും അതിനകത്ത് പിന്നൊന്നും അഭിനയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കാര്യം അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോയെന്ന് പറയാം. അത് ആരും പേരൊന്നും ചോദിക്കണ്ട, എല്ലാവരും ഒന്നുമില്ല, പക്ഷേ ഉണ്ട്. അത് മനുഷ്യനല്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് വാസ്തവത്തിൽ. ലളിതച്ചേരിയോട് അഭിനയിക്കുമ്പോൾ നമ്മൾ ചില പെർഫോം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളും അത് ഇൻവോൾവ് ആവുമെന്ന് മാത്രമല്ല, നമുക്കത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കും ഉണ്ടാവും. ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു സംഭവം അതിനകത്ത് കിട്ടും. അങ്ങനെ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളു അങ്ങനെ. അത് ആദ്യ സിനിമാവിൽ നമുക്ക് തോന്നി. പിന്നെ എത്രയോ പടങ്ങൾ അഭിനയിച്ചു ചേച്ചിയുടെ, എത്രയോ സിനിമകൾ. അതെ.
അപ്പം KPSC ലളിത മാമായിട്ടാണ് ഒരു സ്പെഷ്യൽ ബോണ്ടിങ് വെക്കുന്നത്. എനിവേ, ഈ സിനിമകള് ആക്ച്വലി ഇപ്പം ബാബു സാറിലേക്ക് വരുവാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷനൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അപ്പം ചെയ്യായിരിക്കും. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം 36 വർഷത്തിന് ശേഷം അമരത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ ഇരുന്ന് രണ്ടാളും കൂടി ഇരിക്കുന്ന എത്രാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു? ഒരുപാടധികം ഇന്റർവ്യൂസ് ആയി. അതിന്റെ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് സാർ? ഇത് 35 വർഷം എന്നൊരു ഫീൽ ചെയ്യുന്നില്ലല്ലേ? ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ സിനിമ ഇനിയും 100 വർഷം കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. കാരണം സ്നേഹം, പിന്നെ അച്ഛനും മക്കളോടുള്ള സ്നേഹം, കാമുവിന് കാമുകളോടുള്ള സ്നേഹം, ഇതൊക്കെ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ദാറ്റ്സ് റിയാലിറ്റി അല്ലേ? അത് വൃത്തിക്ക് പറഞ്ഞിരിക്കുന്നുള്ള സാധനമാണ് അല്ലേ? നിങ്ങളുടെ ജനറേഷൻ ഇപ്പൊ എങ്ങനെയാണ്? അച്ഛൻ വഴക്ക് പറഞ്ഞാൽ എന്താ തോന്നുന്നത്? എന്ത് കഷ്ടമെന്നല്ലേ തോന്നുന്നത് അല്ലേ? അത് പക്ഷെ നിങ്ങളൊരു അച്ഛനും അമ്മയും ആകുമ്പോൾ അത് മനസ്സിലാവും. എൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടി ഞാനത് പറഞ്ഞു അല്ലെ? എൻ്റെ മകൾക്ക് അന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നോക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്തിനു വേണ്ടിയാണെന്നുള്ളത് അല്ലേ സാർ? കറക്റ്റാണ്. അപ്പൊ ആ മാറ്ററാ പറയുന്നത്, നമ്മളിപ്പോഴും പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ഇത് കാണണം. ഞങ്ങളുടെ 35 വർഷം മുമ്പ് ചെറുപ്പക്കാരത് കണ്ടത് മൊത്തം ആദ്യം. അപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും വലിയ സ്ക്രീനിൽ ഇത് കാണും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാണണം, കണ്ടിരിക്കണം. പിന്നെ ഈ സബ്ജക്റ്റിന് വേറെ പ്രത്യേകത ഉള്ളത്, ഇപ്പൊ നമ്മുടെ ഈ മറ്റ് കടപ്പുറത്തിന് അങ്ങോട്ട് നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ മറ്റ് നാട്ടുപ്രദേശങ്ങളും സിറ്റിയും ടൗണും ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്, ക്യാരക്ടേഴ്സാണ് ഈ കടപ്പുറത്ത് ജീവിക്കുന്നവരുടെ എന്നൊരു ഇമേജ് ഉണ്ട് അല്ലേ? ഭാഷയാണ് ശരി, അവരുടെ ജീവിത രീതി സത്യസന്ധത അതിനകത്തുണ്ട്, റിയാലിറ്റി ഉണ്ട്. അവര് ശരിക്കും ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ അതായത് ഈ അമര ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള കാലഘട്ടത്തിലുള്ള കാര്യം, കടലിനെ ജീവിച്ച് അതിൽ നിത്യവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ് അവരൊക്കെ. ആ ലൈഫ് മറ്റുള്ള ലൈഫിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് കഷ്ടപ്പെട്ട് രാവിലെ പോയി നടുക്കടലിൽ പോയി ബുദ്ധിമുട്ടി മീനെ കൊണ്ടുവന്ന്, ഈ മീനൊക്കെ നമ്മൾ മനുഷ്യൻ കഴിക്കുന്നു, ഇത് കൊണ്ടുപോയി എന്ത് ചെയ്യും? അപ്പം അവരുടെ ജീവിതം മറ്റ് സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ലൈഫിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അതിനകത്തുള്ളൊരു കാര്യം മനുഷ്യത്വം എന്നൊരു കാര്യം എവിടെയുണ്ട്. അത് ആ സിനിമയിൽ പൂർണ്ണമായിട്ടും കടപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് പൂർണ്ണമായിട്ട് കാണിച്ച സിനിമയാണ് അമരം. ചെമ്മീന് ശേഷം അല്ലെ? അതുപോലെ തന്നെ. എങ്ങനെയാണ് അശോകൻ സാർ രാഘവനിലേക്ക് ഫിറ്റ് ആയത്? അതായത് ആ കൊമ്മൻ സ്രാവിനെ പിടിക്കാൻ പോണതിനകത്തൊക്കെ കാര്യം ഞാൻ കേട്ടിട്ടുള്ളത് അമരത്തിന്റെ ഇത് സെറ്റ് ഇട്ടിട്ടുള്ളതെന്നാണ്. എങ്കിലും ആസ് എൻ ആക്ടർ അന്ന കാലത്ത് എടുത്ത എഫേർട്സ് എന്തൊക്കെയായിരുന്നു? അല്ല, ഇത് യു ആർ റോങ്. അമരത്തിന് സെറ്റേ ഇല്ല. ഒരു തെങ്ങൊക്കെ സെറ്റ് ഇട്ട കഥ ഞാൻ കടപ്പുറത്തല്ലേ? കടപ്പുറത്ത് അത് മറ്റേ തെങ്ങ് വീഴുന്നതിന്റെ മുമ്പ് ഫുഡ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ, സെറ്റ് ഒന്നും അല്ലത്. അപ്പൊ ഇത് ആക്ച്വൽ കടലിൽ പോയിട്ടാണ് ഈ അഭ്യാസം മുഴുവൻ. കടലിൽ പോയിട്ടാണ്. എന്തൊക്കെയായിരുന്നു അശോകൻ ചേട്ടാ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസ്? അങ്ങനെ കടലിൽ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ എടുത്തില്ല. മഞ്ചു തൊഴാൻ അറിയാം. വെറുതെ ഒരു ബാഗും തൂക്കി ഷർട്ടും മാറ്റിട്ട് ലൊക്കേഷനിലേക്ക് ആദ്യം. പിന്നെ അവിടെ ചെന്നാണ് ഈ കഥകളൊക്കെ പറയുന്നത്. പിന്നെ രാവിലെ ഞങ്ങൾ കാറിൽ കയറി പോയി കടപ്പുറത്ത് പോയി ഷൂട്ടിങ്ങിന് എല്ലാവരും ചെന്നു. ആദ്യം ചെന്ന് പടത്തിന്റെ ഈ പാട്ടിന്റെ ടൈറ്റിൽ സോങ്ങിൽ തന്നെ അഭിനയിച്ച ആദ്യം വെള്ളത്തെ വരുന്നത്. അത് മമ്മൂക്കയും ഞങ്ങളൊക്കെ അങ്ങനെ ഈ സോങ്ങിനകത്ത് വരുന്നത്. പിന്നെ കടലിനെ കുറിച്ചും അല്ല ഈ ക്യാരക്ടറെ കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞു. പലവട്ടം ഞാൻ മുമ്പ് ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ തന്നു കഴിഞ്ഞു. പിന്നെ അവിടുത്തെ ഒരു കടപ്പുറത്തെ ഒരു മത്സ്യത്തൊഴിലായിട്ട് പിന്നെ അഭിനയിച്ചു. അതാണ് കാര്യം. അല്ല, അതിലാ ഒരു ഒറിജിനാലിറ്റി, അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ഈ ഭരതൻ സാർ ഭയങ്കരമായിട്ട് ഒറിജിനാലിറ്റി നോക്കുന്ന ഒരു ഡയറക്ടറാണ്. അതെ അതെ അതെ, ഭയങ്കരമായിട്ട് സ്വാഭാവികതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. വളരെ നാച്ചുറൽ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ പുള്ളിക്ക് വേണം. അത് അപ്പൊ ആ പറഞ്ഞ ഗ്രൂപ്പിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏതായിരുന്നു അശോക് ചേട്ടാ ഏറ്റവും റീടേക്ക് എടുത്ത സീൻ അതിനകത്ത്? ഇനി നമ്മൾ സിനിമ ആണോ നമുക്കൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയാൻ പറ്റുന്നില്ല ഏതാണുള്ളത്. ആണോ? പലതും ഉണ്ടോ, റീടേക്ക് എടുത്ത പലതും ഉണ്ടല്ലോ. മമ്മൂട്ടി തല്ലുന്നു റീടേക്ക് എടുത്തു, അടി നല്ല ശരിക്കും കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടെന്ന് വിചാരിക്കും. പക്ഷെ പുള്ളിയൊക്കെ വളരെ പിന്നെ എന്താണ് എക്സ്പീരിയൻസ്ഡ് അല്ലേ. വെറുതെ അടി കിട്ടിയ അല്ല, അടി കിട്ടിയ വേറെ പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇടിയെ കിട്ടിയ തലയൊക്കെ പൊട്ടിയ സംഭവം വേറെ പടത്തിലൊക്കെ ഉണ്ട്. എന്റെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ സ്റ്റിച്ച് ചെയ്ത സംഭവമൊക്കെ അത് ഞാൻ പറഞ്ഞില്ല. ആ പടത്തെ ആൾക്കാരെ എല്ലാം ബാധിക്കും. അവര് കാരണമാണെന്ന് വിചാരിക്കും. അമരമല്ല, നമുക്ക് തന്നെയാണ് സത്യം. എനിക്ക് സിനിമ കാണുമ്പോ ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഏഷ്യൻ പ്ലസിലോ മറ്റോ ഈ സിനിമ വന്നപ്പോ അമ്മ എന്നെ ഇരുത്തി കാണിക്കും, എടാ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കും, കിഡിലെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിക്കുമായിരുന്നു. അമരം എന്ന് പറയുന്ന സിനിമ. എപ്പോഴാണ് അമരം ആദ്യമായിട്ട് കണ്ടത്? ഓർമ്മയുണ്ടോ?
ഞാന് തീരെ ചെറുതായിരുന്നപ്പോഴാണ് അമരം റിലീസായത്. അപ്പം അന്നത്തെ ടെൻഷൻ അല്ലല്ല, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർമ്മയിലില്ല. അപ്പൊ ഞാനും അതുകൊണ്ട് ഇതൊന്ന് റീ റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. തിയേറ്ററിലെ എക്സ്പീരിയൻസ് നമുക്ക് ഓർമ്മ ഉള്ളപ്പോ ഒന്ന് പോയി കാണാൻ. തീരെ ചെറുതായിരുന്ന സമയത്ത്, അപ്പൊ നമ്മുടെ അന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ പിന്നെ വീട്ടിലില്ലല്ലോ. അപ്പൊ തിരിച്ച് അച്ഛൻ വരുന്ന സമയത്ത് അച്ഛൻ ഭയങ്കര ക്ഷീണിച്ച് കറുത്ത് ടാനൊക്കെ അടിച്ചാണ് വരുന്നത്. അപ്പൊ ഭയങ്കര സങ്കടമായി പോയി. അച്ഛനെ അങ്ങനെ കണ്ടപ്പോ തീരെ ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ. അച്ഛനെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അതാണ് അമരത്തിനെ കുറിച്ച് ആദ്യം ചിന്തിക്കുമ്പോൾ അതാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അല്ല ചോദിച്ചേട്ടാ, പേടി തോന്നിയില്ലേ നടുക്കടലിൽ പോയിട്ട് ഇങ്ങനെ വഞ്ചിയിരുന്ന് അങ്ങനെ പേടിയുണ്ടായിരുന്നു? എന്നിട്ട് എങ്ങനെയാണ് ഓവർകം ചെയ്തേ? അല്ല, കൂടെ ഇതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ പിന്നെ അത് ഒരുപാട് സമയമൊന്നും ഇല്ല, ഒരു ഹാഫ് ഡേ ഉണ്ടായിരുന്നു. ഹാഫ് ഡേ ഉണ്ടായിരുന്നു. അത് കൂടെ എല്ലാവരും ഉണ്ട്. ഡയറക്ടർ ഉണ്ട്. അല്ലെ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവരൊന്നും കടലിൽ എക്സ്പെർട്ട് ഒന്നുമില്ല. നമ്മളെ പേടിച്ച് സൈഡിലിരിക്കുകയാണ്. അശോകനും അതിലും പേടി. കാരണം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്നില്ല സംഭവം. കടലിൽ ചില്ലറ കളിയല്ലല്ലോ അത്. അപ്പൊ അങ്ങനെ പേടിയൊക്കെ അതെല്ലാം ഒരു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചതില്ല. കാര്യങ്ങൾ പടത്തിന്റെ ക്ലൈമാക്സ് അതാണ്. കടലിനകത്ത് പോകുന്ന സംഭവമാണ് ക്ലൈമാക്സിന്റെ ലീഡ്. അപ്പം പഴയ ആ ഒരു നായകനെ നമ്മൾ വീണ്ടും കാണാൻ പോവുകയാണ് ബിഗ് സ്ക്രീനിൽ. അതിൽ എക്സൈറ്റഡ് ആണ്. വീണ്ടും കണ്ട് കൈയടിക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഞങ്ങൾ വിസിലടിക്കും. ആ സ്ഥലം വരുമ്പോ ആർപ്പ് വിളിക്കണം. അശോകൻ ചേട്ടൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? ആ ഒരു യങ്സ്റ്റർ വീണ്ടും ഞാൻ കാണാൻ പോവുകയാണ്. ഉണ്ട്, തീർച്ചയായിട്ടും. നല്ല ഒരു പിന്നെ ആങ്സൈറ്റി ഉണ്ട് എനിക്ക് പടം കാണാൻ. ആങ്സൈറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ ഒരു പടമായതുകൊണ്ടാണ് പ്രേക്ഷകർ സ്വീകരിച്ച് നമ്മുടെ മനസ്സിൽ നേടിയത്. ആണ് ഇനിയിപ്പോ പുതിയ ജനറേഷനോട് കാണണ്ടേ കുറച്ച് പേര്. എത്രയായാലും ഒരു പടം റിലീസ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു പടം റിലീസ് ആകുമ്പോൾ ഏത് പടം ഒരു ആങ്സൈറ്റി ഉണ്ട്. ഇത് അമരം മാത്രമല്ല, ഏത് പടമില്ല അങ്ങനെ ഒരു പടം വരുമ്പോൾ നമുക്ക് ഒരു ആങ്സൈറ്റി ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു സെറ്റപ്പിലുള്ള പടമൊക്കെ ആകുമ്പോൾ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടോ നാച്ചുറലി ഉണ്ടാവും. അത് ഇപ്പൊ ഇത്രയും ആൾ ഇത് ഈ പടത്തിലും അതുണ്ട്. സന്തോഷം കൊണ്ടുള്ള ആക്സിറ്റി അതാ ഞാൻ പറയാം. എന്തായാലും ഈ പഴയ ജനറേഷനായാലും ഈ ജനറേഷനിലായാലും അമരം കണ്ടിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു പടിയിൽ നിന്ന് ഒരു പടി കൂടെ ഉയർത്തി വെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് അശോകൻ ചേട്ടനെ ടാറ്റ പറഞ്ഞിട്ട് വിടാം അല്ലേ? താങ്ക് യു. സന്തോഷം. താങ്ക് യു. അപ്പൊ ബാക്കി നമ്മുടെ നിർമ്മാതാവ് മകളും ഉണ്ട്. കോഫി കുടിച്ചില്ലേ? ബാബു സർ, ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഇതിനകത്ത് എല്ലാം ഒന്നും സെറ്റ് അല്ല, ഫുൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിന്ന് എവിടെ ക്രൂവിലോ മറ്റോ ഒരു തെങ്ങ് സെറ്റ് ഇട്ടതിന്റെ കഥ ഞാൻ കേട്ടു. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോ എല്ലാം നമുക്ക് ഒറിജിനൽ ആയിട്ടാണ് തോന്നിയത്. ഏതൊക്കെയാണ് സെറ്റ്, ഏതൊക്കെയാണ് ഒറിജിനൽ? സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടിലെ അപ്പൊ കടലിനോട് അത്ര അടുത്ത് അല്ല വീടുകൾ. ശരിക്കും നമ്മൾ കടലിനടുത്ത് കുറച്ചുകൂടെ അടുത്ത് കടലിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കിയ കുടിലാണ്. പ്ലസ് ഈ അതിന്റെ മുമ്പേക്ക് തെങ്ങില്ലേ, അതങ്ങ് പുറയുന്ന നമ്മൾ ആനെ കൊണ്ട് പിന്നെ കുഴിയൊക്കെ എടുപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടത് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുക. ആ സാധനം മറ്റെല്ലാ സംഭവങ്ങളും കടലിനകത്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുക. നമ്മൾ സെറ്റൊന്നും അങ്ങനെ പരിപാടിയേ ഇല്ല. ആരെപ്പോഴെങ്കിലും സെറ്റിൽ പോയിട്ടുണ്ടോ? കുഞ്ഞ് നാളിൽ ഓർമ്മ ഉണ്ടാവില്ല. പോയിട്ടുണ്ട്. എല്ലാ സെറ്റിലും അച്ഛൻ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഞങ്ങള് ചെറിയ പിള്ളേരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ ആരെങ്കിലും ചൈൽഡ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഓടി കളിക്കും. അതായിരുന്നു മെയിൻ പരിപാടി. അപ്പം അമരത്തിന്റെ ഇതിൽ പോയ ബീച്ചാണല്ലോ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ഇല്ല, അവിടെ ഇത് തന്നെ ഈ അവിടെ ആ ബീച്ചിൽ ഓടിക്കളിച്ചതും ഒക്കെ ചെറിയൊരു ഓർമ്മ അതേ ഉള്ളൂ. പിന്നെ അമ്മയുടെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ തിരിച്ച് അവിടെ പോയി പിന്നെ അവിടെ കസിൻസുമായിട്ട് കളിച്ചാൽ നമുക്ക് അതാണല്ലോ ഇമ്പോർട്ടന്റ്. നമുക്ക് ഈ അമരം ഫിലിം എന്നുള്ളതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അന്നറിയില്ല. പിന്നെ വലുതായപ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ ഇതായിരുന്നു. അതെ. ഇത് ഏത് കടപ്പുറ സർ മുഴുവൻ കാണിക്കുന്നത്? അത് ഓമനപ്പുഴ, ആലപ്പുഴ തന്നെയുള്ള ഒരു സ്ഥലത്തിന്റെ പേര്. ഓക്കെ. ഇപ്പം ഒരുപാടധികം റീ റിലീസുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പം സാറിന്റെ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള സിനിമയാണ്. എന്താണ് അമരം ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ? അമരം എനിക്ക് എപ്പോഴും തോന്നുന്നു എക്കാലത്തും ജീവിച്ചിരിക്കുന്ന ഒരു സിനിമയാണത്. ഞാൻ പറഞ്ഞില്ലേ, അത് റിയാലിറ്റിയാണ്, സത്യസന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് മൊത്തം. അത് വേറെ ഫാന്റസി ഒന്നുമില്ല. അച്ഛനും മകളുള്ള സ്നേഹം അല്ലേ, കാമുകിനോടുള്ള സ്നേഹം, ഇതെല്ലാം ബലികഴിച്ചിട്ട് ഉപേക്ഷിക്കുന്ന അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്ര ഒരു ഡെപ്തിൽ അത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി. ഏത് കാലഘട്ടത്തിനും അത് ഫിറ്റാണ് ആ സാധനം. ഇപ്പോഴത്തെ ജനറേഷൻ അവർ കാണുന്നത്
മനസ്സിലായില്ലേ? ആ ജനറേഷൻ ഏതെങ്കിലും കാലത്ത് അവരുടെ അടുത്ത ജനറേഷനോട് പറയാം ഈ സിനിമ കാണണം കേട്ടോ നീ. കാരണം അതിന് കാലമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനു വേണ്ടി ഞാൻ ട്രെയിൻ എടുത്ത് 8-9 മാസം മെനക്കെട്ടത് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. മനസ്സിലായില്ലേ? അതൊരു എൻ്റെ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്ന ഒരു സിനിമയാണ്. എനിക്കും അമരം കാണുമ്പോ ഈ അച്ഛനും മകളും തമ്മിലുള്ള സീൻ കാണുമ്പോ എനിക്ക് ഭയങ്കര കരച്ചിൽ ഇമോഷണലി നമുക്ക് ഒത്തിരി കണക്റ്റഡ് ആവും. അതെ. അപ്പൊ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാടധികം ചാലഞ്ചസ് ഫേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. എന്താണ് ബാബു സാർ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചാലഞ്ച് ബ്രിങ്ങിങ് ബാക്ക് അമരം ടു സ്ക്രീൻസ്? ഇല്ല, ഇത് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിന് കുറേ പണിയുണ്ട്. കാരണം പണ്ട് നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ അതല്ലല്ലോ, ഇപ്പം പുതിയ ഡിജിറ്റൽ യുഗമല്ലേ, അതിലേക്ക് ഇത് കൊണ്ടുവരണം. പ്രസാദ് ലാബിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഇപ്പോഴത്തെ എക്യുപ്മെൻ്റൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച എക്യുപ്മെൻറ്റ്സ് ആയത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെ പണ്ടും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു 20 വർഷം മുമ്പ് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പോയല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് ആ സാധനം മാറിയല്ലോ, അതില്ല. അപ്പം ഇപ്പം ഇതിൽ നിന്ന് ഇതെടുക്കാൻ പറ്റുന്ന ടെക്നിക്സ് കണ്ടുപിടിച്ചത് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഞാനത് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. കാരണം ഇത് ആൾക്കാർ കാണണ്ടായോ? പിന്നെ തീർച്ചയായിട്ടും നോക്കാണെങ്കിലും കാണുന്നതിന് താല്പര്യമല്ല, അത് പിന്നെ വലിയ സ്ക്രീനിൽ കാണണം, അതിന്റെ കളർഫുൾ ആയിട്ടുള്ള സംഭവം, പാട്ടുകള് എല്ലാം കൊണ്ടും അതായിരുന്നു ഒരു ചാലഞ്ചായിട്ട്. തീർച്ചയായിട്ടും അതൊരു ചാലഞ്ച് തന്നെയാണത്. ഈ അമരത്തിന്റെ റിലീസിന്റെ തലേ ദിവസമായാലും അമരത്തിന്റെ റിലീസായാലും ഒക്കെ ഭയങ്കര ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഒരു കഥ അതിന്റെ പുറകിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. തലേ ദിവസം എന്തായിരുന്നു, സ്ട്രൈക്കോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു? അത് ഒത്തിരി കഥകളുണ്ട്. അശോകം വന്ന കഥകളായും പറയാതെ ഈ അന്ന് പ്രിന്റ് കൊണ്ടുവരാനായിട്ട് തലേദിവസം അവിടെ ഭയങ്കര സമരവും ബഹളവും എന്തൊക്കെയോ ഭയങ്കര വിഷയമായിരുന്നു അവിടെ തമിഴ്നാട്ടിൽ, ചെന്നൈയില്. അപ്പൊ പിന്നെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കും. അപ്പൊ പിന്നെ അവിടെ വണ്ടി ഓട്ടം ഒന്നും പറ്റില്ലല്ലോ. പിന്നെ ഇത് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുക. ഇവിടെ ലോകം മൊത്തം പോസ്റ്റർ ഒട്ടിച്ച് അനൗൺസ്മെന്റും മനോരമയിലൊക്കെ നല്ല പൈസ പരസ്യങ്ങളും എല്ലാം വന്ന് നാളെ റിലീസ് എന്നും പറഞ്ഞു വന്നിരിക്കും. അപ്പം അപ്പോൾ പ്രിന്റ് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? രാത്രിയിൽ 6:30 അന്ന് ട്രെയിൻ. 6:30 അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ രാവിലെ നിന്നൊരു 4 മണിക്കെങ്കിലും അവിടെ നിന്ന് വിട്ടാൽ മര്യാദയ്ക്കാണെങ്കിൽ വന്ന് പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ മൊത്തം കുഴപ്പമായല്ലോ. പിന്നെ ട്രിവാൻഡ്രത്തോടുള്ള പ്ലാൻ ചെയ്തു, ഇങ്ങോട്ടുള്ളത് പ്ലാൻ ചെയ്തപ്പം ഈ ഞാൻ ഏറ്റെടുത്തു, നമുക്കാണല്ലോ ഇത് ചെയ്തേ പറ്റുമെന്നുള്ള അത്യാവശ്യം, ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുട്ടയത്ത് ഇറങ്ങിയാൽ കോട്ടയത്തും തിയേറ്ററിൽ ഇത് കൊടുക്കാം, ചങ്ങനാശ്ശേരിയിലും കൊടുക്കാം, മാവേലിക്കരയും കൊടുക്കാം. അപ്പം എനിക്ക് വീട്ടിലൊക്കെ ചെന്നിട്ട് ഒത്തിരി കാലമായി വിട്ട്. അപ്പം ഈ പ്രശ്നം കാരണം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല സ്റ്റേഷനിലേക്ക്. അപ്പം പിന്നെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് എല്ലാവരും കൂടെ കൂടി എന്താ ചെയ്യുക, നമുക്ക് ആംബുലൻസ് പിടിക്കാം, ആംബുലൻസ് രോഗിയെ കൊണ്ടുപോകല്ലേ, പ്രിന്റെല്ലാം അത് കയറ്റി. അത് വളരെ സിനിമാറ്റിക് ആയിരുന്നു. എല്ലാ സിനിമ കാലിക്കറ്റോടുള്ള സാധനം ഇങ്ങോട്ടുള്ള എല്ലാം ഈ ഏരിയയിലൊക്കെ ട്രിവാൻഡ്രം ആ ഏരിയയിലെ 3-4 ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു ഇങ്ങനെ ഒരിരിപ്പ്. അപ്പോൾ ആംബുലൻസ് ആകുമ്പോൾ പോലീസ് ഇങ്ങനെ നോക്കില്ല, ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ ഒരുവിധം ഇങ്ങനെ നോക്കും, പുട്ടോ പൊക്കോളാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങിയിട്ട് സാധനമൊക്കെ കയറ്റുന്നത്, ട്രെയിനിനകത്ത് കയറ്റുന്നത്, അങ്ങനെ കൊണ്ട് ഇറക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ കോട്ടയത്ത് ഫുള്ള് ആള് നിൽക്കുക. റിലീസ് പിന്നെ നൂൺ ഷോയ്ക്ക് സമയമായി. പിന്നെ ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് ഞാൻ മറ്റേ ആളെ കൊടുത്തു വിട്ടു. ഞാൻ ചങ്ങനാശ്ശേരി എന്ന ഫിലിം കാണുന്നത്. ഉണ്ട്. അന്ന് ട്രിവാൻഡ്രത്ത് പോകുന്ന മമ്മൂക്ക ഉണ്ട്, ട്രിവാൻഡ്രത്തിനുള്ള ഫ്ലൈറ്റിനുണ്ട്, അതിൽ പോയി അവര്. ഈ സിനിമ ഫൈനലി ഇത് ഹിറ്റ് ആകും എന്ന് നിങ്ങൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴും ഉറപ്പിച്ചു? അല്ലല്ലേ, എനിക്കും ഭരതേട്ടനും ലോഹിദാസിനും ഉറപ്പായിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾ ഇത് പ്രീവ്യൂ ഇടുമല്ലോ മദ്രാസിൽ. പ്രീവ്യൂ ഇടുമ്പോൾ സിനിമാക്കാരൊക്കെ വന്ന് കണ്ടു കഴിയുമ്പോൾ പറയുന്ന അഭിപ്രായം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണല്ലോ ഇത് അഭിനയിക്കുന്നത്. നമുക്ക് ഭയങ്കര സ്റ്റൈലിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഒരു ഇത് കടപ്പുറത്തുകാരനായിട്ട് അഭിനയിക്കില്ലേ ഇതിനകത്ത്, പ്രശ്നമാവില്ലേ, പിന്നെ സ്ലാങ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളില്ല. സ്ലാങ് ഇഷ്ടപ്പെടുമോ, ഇത് എങ്ങനെ കേട്ട് പരിചയിച്ച ഒരു ഇതല്ലല്ലോ. പിന്നീടല്ല ഒത്തിരി സ്ലാങ് സംഭവങ്ങളൊക്കെ. അന്ന് ചെമ്മീൻ വന്നതിന് ശേഷം പിന്നെ വരുന്ന സാധനമാണല്ലോ ഇത്. ഇതൊക്കെ ഒത്തിരി സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഡയറക്ടർ ജോഷി ഏട്ടനല്ലേ, പുള്ളിയോട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് എൻ്റെ മുഖം പിടിക്കേണ്ടത് ഈ പടം നല്ല വൃത്തിക്ക് ഓടിക്കൊള്ളുന്നു. അപ്പം മറ്റുള്ളവർക്കൊക്കെ ഒത്തിരി ധൈര്യം കുറവ്. എന്നാലും ഭരതേട്ടനും എനിക്ക് ഒരു അത് വാസ കൂടും, ഈ പടം കൂടും നന്നായിട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു.
ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചപ്പോ രാഗം തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാന്ന് തോന്നുന്നു 200 ദിവസം ഓടി സിനിമ. മൊത്തം എത്ര ദിവസം ഓടി സാർ അമരം? അപ്പൊ അത് 200 ദിവസം അത് റെഗുലറൈസ് ചെയ്ത എന്നും ആളായിരുന്നു കയറി റെഡി കാണാനായിട്ട്. എ സെന്റർ, ബി സെന്റർ, സി സെന്റർ എന്നാണല്ലോ. അത് നന്നായിട്ട് ഒരു വർഷത്തോളം തിയേറ്ററുകളിലുണ്ടായിരുന്നു ആ സിനിമ. ഈ വൈശാലി എന്ന് പറയുന്ന സിനിമയില് ഋഷി ശൃംഗനായിട്ട് അഭിനയിച്ച നടനില്ലേ, അദ്ദേഹത്തെ ആയിരുന്നു ആദ്യം അശോകൻ സാറിന്റെ റോളിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? യെസ്, വൈശാലി കഴിഞ്ഞാണ് ഇത് എടുക്കുന്നത്. അപ്പൊ പറയുന്നത് നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിച്ചാലോ എന്നൊക്കെ ശരി അങ്ങനെ അങ്ങ് ആക്കി. പുള്ളിയായിരുന്നു ശരിക്കും ഞങ്ങൾ ചാർട്ട് ചെയ്യുന്നത്. ഇത് പിന്നെ മാധു അല്ല മറ്റേത് കേട്ടോ, ഞാൻ പറഞ്ഞു ലക്ഷ്മി എന്ന് പറഞ്ഞ് വേറൊരു തമിഴ്നാട്ടിൽ പെൺകുട്ടിയായിരുന്നു. അതിന് ഇവരുണ്ടായിരുന്നു. യെസ്, ഈ മാധുവും അശോകനും വന്നു പെട്ടതാണ്, നിമിത്തമാണത്. നമുക്കൊന്നും അറിയാൻ പറ്റാണ്ട് വന്നതാണ്. എന്നാലും നമ്മൾ പറയാം ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് ഞാൻ തലേദിവസം ആലപ്പുഴയ്ക്ക് വരാനായിട്ട് മരാട്ടിനൊപ്പം മദ്രാസിൽ നിന്ന് ഇവിടെ ആലപ്പുഴയ്ക്ക് വന്നു, ഹോട്ടലിലേക്ക് വന്നു. അപ്പം ഞാൻ വരുന്നു. ഞാൻ തലേദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എനിക്ക് ടെലഗ്രാം കൊണ്ടുതരുന്നു. അന്ന് ടെലഗ്രാം ഒക്കെ അല്ലേ ഉള്ളൂ, ഫോണൊന്നും ഇല്ല, മൊബൈലൊന്നും. നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ടെലഗ്രാം പൊട്ടിച്ചപ്പോൾ ഇയാളുടെ ടെലഗ്രാമാണിത്. ബോംബെ നിന്ന് വന്നിരിക്കുക. പുള്ളി സിക്കാണ്, വരാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ ചോദിച്ചു വരട്ടെ എന്താ ചെയ്യുക? പലതായിട്ടൊരു കൺഫ്യൂഷനായി. എന്താ ഇപ്പം ഞങ്ങൾ മൂന്നും കൂടി ഇങ്ങനെ കുത്തിയിരുന്ന ആലോചിക്കും എന്താ വീട്. നാളെ ഷൂട്ടിങ്ങാണത്, തുടങ്ങുക നാളെ കഴിഞ്ഞിട്ട്. മമ്മൂക്ക വരാൻ വെച്ചിരിക്കുന്ന ഏതാണ്ട് അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞുള്ള ഡേറ്റാണ് മമ്മൂക്കായ്ക്കുള്ളത്. ഇത് മൊത്തം അശോകന് വെച്ചിരിക്കുക ഞങ്ങൾ ഈ ദിവസങ്ങൾ മൊത്തം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ വരേട്ടാ നമുക്ക് അശോകനെ ആലോചിച്ചാലും. അപ്പോൾ ഒരു പിൻ ഡ്രോപ്പ് സൈലൻറ്റ് കിത്തു പെട്ടെന്ന് പറഞ്ഞു, കിത്തും പറഞ്ഞു അത് നല്ലൊരു സെലക്ഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. അതൊന്ന് ആലോചിച്ചാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. എൻ്റെ ഒരു ചിന്തയായിരുന്നു അശോകൻ വരട്ടെ എന്നുള്ളത്. അശോകൻ മറ്റു സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഈ ലുക്കിൽ എൻ്റെ മനസ്സിൽ തോന്നി കൊള്ളാവുന്ന ഒരു ആ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാകും എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു. അപ്പോൾ രോഗിയോട് വിളിച്ചു, വലിയ പാടാണ് ഒരാൾ ഫോണൊക്കെ വിളിച്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അശോകൻ അടുത്ത ഫോൺ നമ്പറൊക്കെ പറഞ്ഞില്ല, പലതരം എന്തൊക്കെയാണ് പറഞ്ഞത്. അശോകൻ ഞെട്ടിപ്പോയി പേടിച്ചെന്ന് പറഞ്ഞ് അവരേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ. ഇവിടെ അശോകൻ വന്നൂടെ, വന്നിട്ട് സീരിയസ് ആയിട്ട് നീ അത് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് അശോകനാണെങ്കിൽ ഞങ്ങളെ നോക്കിയത് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അശോകൻ പറഞ്ഞില്ല. പല ഡയലോഗ്സ് അശോകൻ പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അശോകനാവുന്നത്. അപ്പൊ അശോകനും ഈ മറ്റേ രാശി എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, അതും കൂടെ അഭിനയിക്കുന്നേ. രശ്മി അത് അഭിനയിച്ചു. രശ്മിയായിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു നിങ്ങള്? പിറ്റേന്റെ പിറ്റേ ദിവസം വന്നു അശോകൻ വന്നു, സ്റ്റാർട്ടായി. മാധു ഇല്ലാണ്ട്, മാധു മാം ഇല്ലാണ്ട്. മാധുവിനെ അറിയില്ല അന്ന്, മാധു ഒന്നും പിക്ചറിലില്ല. അപ്പൊ ഇത് ഷൂട്ടിങ് ഒരു ആദ്യത്തെ ദിവസം. അപ്പം മധുവമ്പാട്ടിങ്ങനെ വല്ലാണ്ട് ഇത് മധുവമ്പാട്ട് മാത്രമല്ല ഇത് കാണാൻ പറ്റും. ഞങ്ങൾ പറയും ഇവിടെ എന്നാലും പറയണം ഇത് ശരിയാവുന്നില്ലല്ലോ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അഭിനയിക്കാൻ പറ്റുന്നില്ല, അഭിനയിക്കുന്നില്ല, ഇത് പറയുന്ന പോലെ ഒന്നും ആരും ചെയ്യുന്നില്ല. അതെല്ലാം വിട്ട് അതല്ല, അതിന് ഉപരി അതൊന്നുമില്ല. അത് പോട്ടെ, ഇത് ശരിയായ പിന്നെ ഓക്കെ നമുക്ക് വിചാരിക്കാം, പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പം ഞങ്ങൾ തീരുമാനിച്ചതിനും ശരിയാവില്ല, രക്ഷയില്ല, ഇങ്ങനെ വിടാം, ഇട്ടേ പറ്റൂ. അപ്പം ഞാനും ഭരതേട്ടനും കൂടെ ഈ മദ്രാസിൽ ഇതിനെ എടുത്തതൊക്കെ മറ്റേ നമ്മളെ കല്യാണത്തിനൊക്കെ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ച് ഷൂട്ടിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നോക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇതിൻ്റെ ഭരതേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീട്, നെയ്ബർ, ഓൾമോസ്റ്റ് നെയ്ബറല്ല, ഒരു പിടിയില്ല എനിക്കറിയില്ല. അല്ല, അത് ഞാൻ കിത്തുവിനെ ഏൽപ്പിച്ചു. കിത്തുവിന് പറഞ്ഞാൽ ഒരു പേഴ്സണലി വലിയ ബന്ധമില്ല. കിത്തു ഇതൊന്ന് പറയാൻ നിങ്ങളുടെ ജോലി, കിത്തു എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ കാല് പിടിച്ചു, അല്ല അടുത്ത സിനിമ വരാമെന്ന് പറഞ്ഞു. തമാശ പറയാം ഇടയ്ക്ക് കേട്ട്. കിത്തുവിനോട് ഞാൻ പറഞ്ഞു, കിത്തു എങ്ങനെയും ഒന്ന് സോൾവ് ചെയ്യാൻ. മലയാളം പറയില്ല, ഞാനും പറഞ്ഞില്ല, ഞങ്ങൾ ഇവിടുന്ന് മുങ്ങും, അപ്പം പോവാന്ന് പറഞ്ഞു, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഭരതേട്ടനും അടച്ചു വിട്ടു. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അതായത് ഈ ലോഹിദാസ് സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഇവർക്ക് 3 കുട്ടികളുടെ അമ്മയാണോ, ഇത് കൊച്ചുകുട്ടിയല്ലേ, ചെറിയ കുട്ടിക്ക് അത് പറ്റില്ല, അങ്ങനൊരു വിഷയം ഉണ്ടായി. ഇപ്പോൾ എന്താ ചെയ്യുക? അങ്ങനൊരു ലൈൻ കിത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സാധനം വർക്കൗട്ട് ചെയ്യാൻ. അങ്ങനെയാണ്
ഹിത്ത് എന്താ പറഞ്ഞത് എനിക്കിപ്പോഴും അറിയില്ല. എന്തായാലും പുള്ളി പറഞ്ഞു വിട്ടാൽ അന്ന് ട്രെയിനുണ്ട്. ആ സമയത്ത് ട്രെയിൻ ആലപ്പുഴയ്ക്കുള്ള ട്രെയിനെ കയറ്റി മദ്രാസിന് വിട്ടു. അടുത്ത ആളെ വേണ്ടേ. അപ്പം രാത്രി ഞങ്ങൾ അടുത്ത ചിന്ത ഇത് പോകുന്നതിന് മുമ്പ് അടുത്ത ചിന്ത ചെയ്തു നായിക വേണ്ടേ അടുത്തത്. അപ്പം ഈ മാധുവിനെ ഞങ്ങളുടെ ഓർമ്മ വരുന്നത് ഈ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാനും പറഞ്ഞിട്ടും കൂടെ പോയിരിക്കുന്നത് ലൊക്കേഷൻ നോക്കാനായിട്ട്. അപ്പൊ കന്യാകുമാരി വിട്ടിരിക്കുക ഞങ്ങൾ ഇങ്ങനെ കടപ്പുറങ്ങൾ ഇങ്ങനെ കണ്ട് വെറുതെ റാൻഡം ആയിട്ട് അങ്ങനെ ഒരു യാത്ര അങ്ങ് ചെയ്യും. നമുക്ക് വേണ്ട മുഖങ്ങൾ നമ്മളെ തേടി വരും എന്നുള്ള അങ്ങനെ ഒരു രീതിയാണല്ലോ. ഒരു രീതി പറഞ്ഞാൽ ഭരതന്റെ ഒക്കെ ഒരു മൂഡ് അതാണ്. എന്റെയൊക്കെ ഒരു മൂഡ് അത് തന്നെ ഇപ്പോഴും അന്ന് ഇതൊക്കെ തന്നെ ഈ മൂഡ്. അപ്പൊ ഇതിങ്ങനെ യാത്ര ചെയ്യുന്ന വെച്ചാൽ മറ്റല്ല, അന്ന് കടൽ ഭിത്തി കെട്ടുന്ന കാലമാണ്. അപ്പൊ കടൽ ഭിത്തി നമുക്ക് വേണ്ട, കടൽ ഭിത്തി ഇല്ലാത്തതും കിട്ടണം. അതിനായി തപ്പുന്നേ ഇങ്ങനെ കറങ്ങി വന്ന. അപ്പം ഈ കുട്ടേട്ടൻ്റെ സിനിമ ഷൂട്ടിങ് ആണെന്ന് തോന്നുന്നു ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറി വെറുതെ ചുമ്മാ. അതിനകത്ത് മാധവ് അഭിനയിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ വൈദ്യ മാധവനെ കണ്ട അവിടെ. അന്നേരം ഭരതം എന്നോട് ചോദിച്ചു, നമ്മൾ അന്ന് കണ്ടൊരു പെങ്കൊച്ചില്ലേ അവിടെ, വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്ന് തീരുമാനിക്കുക പെട്ടെന്ന്. ഈ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ പിന്നെ അദ്ദേഹം ഈ കുട്ടിയുടെ അടുത്ത് താമസിക്കുന്ന അവിടെ, മനസ്സിലായല്ലേ? ആ പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞു ഇതിൻ്റെ അടുത്ത ഫോൺ നമ്പർ സംഭവങ്ങൾ അറിയും. അപ്പോൾ ഒന്നതിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കുക, ഒന്ന് വിളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് പുള്ളിയെ കൊണ്ടാണ് വിളിപ്പിക്കുന്നത്. വിളിച്ച കറക്റ്റ് മാധവ് എപ്പോഴും പറയുന്നത്. പിന്നെ മാധവ് വീട്ടിൽ വന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഫോൺ വരുന്നത്. അതിനിങ്ങനെ ഭരതൻ്റെ ഒരു സിനിമയുണ്ട് പിന്നെ ആലപ്പുഴയ്ക്ക് വരാനായിട്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ട്രെയിൻ കയറി ഇവിടെ വരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം ബ്ലോക്ക് ആയുള്ളൂ, ഷൂട്ടില്ലാണ്ട്. അതിൻ്റെ പിറ്റേ ദിവസം വന്ന് പണി അങ്ങ് തുടങ്ങി. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. പിന്നെ അശോകനാണെങ്കിൽ എക്സ്പീരിയൻസ് പോയി 4 ദിവസത്തെ, മനസ്സിലായില്ലേ? രാഘവനായി കഴിഞ്ഞു, ഈസിയായി. അതുപോലെ തന്നെ ഈ ഒറിജിനാലിറ്റി നോക്കുകയാണെങ്കിൽ ചാകര വന്നതും ശരിക്കും ഒറിജിനൽ ചാകരയാണ് അല്ലേ? അത് പറഞ്ഞിട്ടുള്ളത് ഒറിജിനൽ ചാകരയാണ്. ചാകര വന്നപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു 90% തീർന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഇത്രയും അടി എക്സ്പോസ് ചെയ്ത് ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിരുന്നല്ലോ, ഭയങ്കര എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടി. ഇതുകൂടെ എടുക്കണം, പലയിടത്തും ആലേക്ക് നമുക്കൊരു 50 വള്ളം 50 വള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും വള്ളങ്ങളൊക്കെ സംഘടിപ്പിച്ച് ആളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയാവും ഷൂട്ട് ചെയ്യണത്. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക എന്താ വേണ്ടി എന്നുള്ളത്. അന്നേരമാണ് ഉച്ചയ്ക്ക് ഏതോ സീൻ എടുക്കാനായിട്ട് മുതമ്പോട്ടും ഈ ക്രെയിനൊക്കെ വെച്ചിട്ട് ക്രെയിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് ഭയങ്കര ബഹളം, ആൾക്കാർ ഓടുന്നു, ചാകര എന്ന് പറഞ്ഞിട്ട്. അന്ന് നമുക്ക് ആ ഷെഡിൽ കിടന്ന് ഉറങ്ങുക, മനസ്സിലായില്ലേ? ചിലപ്പം പുള്ളി ഹോട്ടലിൽ പോന്നാ, ചിലപ്പോൾ വെയിലൊക്കെ എന്ത് കാര്യം ഇറങ്ങണം. ഇപ്പൊ ഞങ്ങളുടെ ഒരു വള്ളമുണ്ട്, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം അതിനകത്ത്. പറയണ്ട കേട്ടോ, പുറത്ത് പറയേണ്ടത്. അപ്പൊ അത് ചാകര, റിയൽ ചാകര ഉണ്ടായതത് ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തൊട്ടടുത്ത്. തോന്നിയതും ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഒരു നിമിത്തം. ഇതൊന്നും നമ്മളുടെ കഴിവ് കൊണ്ടുണ്ടായതല്ല. അങ്ങനെ ഇത് ഞാൻ ഭയങ്കര മിടുക്കൻ്റെ കഴിവ്, അങ്ങനെ സാധനം ഇല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭവിക്കേണ്ടതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതാ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ അമരം സിനിമ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഹാരയോട് ചോദിക്കാം, ഏതാണ് ഫേവറേറ്റ് സീൻ? ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ക്ലൈമാക്സ് സീൻ തന്നെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബാബു സാറിനോ? അങ്ങനെ ഫേവറേറ്റ് ഇല്ല, എല്ലാം ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്താ പറയാനത്? അതെ അതെ, തീർച്ചയായിട്ടും. അതിലെ ഓരോ സീനായാലും ഓരോ ഫ്രെയിം ആയാലും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും സ്പെഷ്യലി കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് മധു സാറിന്റെ ഒരു കഴിവിനെ തന്നെയാണ്. അപ്പം അത് ഡയറക്ടർ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത്, ലോഹിത് സാർ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത്, പ്രൊഡ്യൂസർ എന്താണോ ഇവർ ഇതിൽ നിന്നും മനസ്സിൽ കാണുന്നത്, അത് അതേപോലെ ഒപ്പിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവല്ലേ? അതോടെ ഒരു കഴിഞ്ഞ ആഴ്ച വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് പോയ വഴിക്ക്. ഇപ്പം മോരോട് നേരത്തെ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് പുള്ളി ഇങ്ങോട്ട് സ്ഥലം മദ്രാസിലായിരുന്നു. പുള്ളി ഭയങ്കര സെൻസിബിളായിട്ടുള്ളൊരു ക്യാമറമാനാണ്. ഈ IFFKയുടെ ഇത് ഉണ്ടായിരുന്നല്ലോ ഈ കഴിഞ്ഞ 3-4 മാസം മുമ്പ്. അന്ന് മധുവേട്ടൻ അവരൊരു സ്വീകരണം കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് 2 പടങ്ങളായിട്ടിരുന്നത്. അതിലൊന്ന് നമ്മുടെ അമരമാണ്. മധുവേട്ടൻ പറയായിരുന്നു, അമരം കഴിഞ്ഞിട്ട്
ചെറുസെറ്റ് പിള്ളേരല്ലേ, എണ്ണീറ്റ് ഇന്നൊരു 5 മിനിറ്റ് കൈയടിച്ചത്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്. യങ്ങർ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത്. ഇനിയും അവർ വലിയ സ്ക്രീനിലേക്ക് കാണാൻ പോണേ, മനസ്സിലായില്ലേ? അത് കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാരും ആക്ച്വലി ഇച്ചിരി എക്സൈറ്റഡ് ആകട്ടോ, കാരണം പഴയ സിനിമ വീണ്ടും അത് റീമാസ്റ്റർ ചെയ്ത് കൊണ്ടുവരുമ്പോ കടലും എല്ലാം വിഷ്വൽസിന്റെ ഒരു ഭംഗി, വിഷ്വൽ ഒറിജിനലാണ്. ഇനിയും നിങ്ങൾ ഏത് സിനിമ കാണാൻ കണ്ടാലും എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കില്ലേ, ഒക്കെ ആയിരിക്കും. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് ഞങ്ങള് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ സിനിമയാണിത്. ശരിക്കും ഹാർഡ് വർക്ക്. എല്ലാവരും ഞാനെന്നുള്ള എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്ക്. മമ്മൂക്ക സഹിതം എല്ലാവരും, അശോകനാണേലും ഒക്കെ ഒത്തിരി സ്ട്രെയിൻ എടുത്താണ് എല്ലാവരും. രോഗിയേട്ടനാണെങ്കിലും അവിടെ എനിക്ക് കടപ്പുറത്ത് പോയിട്ടൊക്കെ ഇത് എഴുതുന്നത്. അവിടെ താമസിച്ചിട്ട് 4-5 ദിവസം പോയിട്ട് അവരുടെ സ്ലാങ്ങും അവരുടെ രീതികളൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങനെയാണ് അതിന്റെ ക്രിയേറ്റീവ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഇന്റർവ്യൂവിന്റെ ആദ്യം തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതായിരുന്നു ഹാര. ഈ ചെറുതായിരിക്കുമ്പോ സെറ്റിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളായിട്ട് കളിച്ചു കിടന്ന കഥ പറഞ്ഞല്ലോ. മാധു മാമിന്റെ കുട്ടിക്കാലം ചെയ്ത കുട്ടി ആക്ച്വലി രാധയെ ഡോക്ടർ ആക്കണം എന്നുള്ള ആഗ്രഹം പോലെ ഡോക്ടർ ആയത് ആ ഒരു ഫാക്ട് അറിയില്ലേ? അതെ അതെ അതെ. ആ സമയത്ത് മാധു മാമിന്റെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടിയും അശോകൻ ചേട്ടന്റെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടിയും രണ്ടുപേരും ഡോക്ടേഴ്സ് ആയി. അത് ശരി. അടിപൊളി. പക്ഷെ അവര് കഥയിൽ ഡോക്ടർ ആയില്ലെങ്കിലും അവര് ജീവിതത്തിൽ ശരിക്കും ഡോക്ടേഴ്സ് ആയി രണ്ടുപേരും. ഡോക്ടറാണ് ഹാര അല്ലെ? അതെ അതെ. ആയുർവേദിക് ഡോക്ടറാണ്. ആയുർവേദ ഫിസിഷ്യനാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പം അച്ഛൻ തീർച്ചയായിട്ടും ഒരു കലാപരമായിട്ടുള്ള ക്രിയേറ്റീവ് സൈഡിലേക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടൊരു ചായ്വ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്താണ് ചെയ്യുന്നത്? ഞാന് ലിറിസിസ്റ്റ് ആണ്. ഒരു 2-3 സോങ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഇപ്പം ഡിവോഷണൽ സോങ് ഒരെണ്ണം ഇപ്പം ലേറ്റസ്റ്റ് ചെയ്തു. സുജാത മാം ആണ് പാടിയിരിക്കുന്നത്. ആദ്യത്തെ പാട്ട് ചിത്ര ചേച്ചിയാണ് പാടിയത്. അപ്പൊ അത് ആസ്റ്റമെഡ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അത് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിംഗർ ഉണ്ടല്ലോ, സുകേഷ് കുട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം സുകേഷ് കുട്ടനും ചിത്ര മാമും കൂടെ ചേർന്നിട്ടാണ് അത് പാടിയിരിക്കുന്നത്. അതെ 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 അതെ. അങ്ങനെ പിന്നെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് സുജാത മാമ പാടിയിരിക്കുന്നത്, അത് ഉടനെ റിലീസ് ആവും. ഇനി സിനിമയിലേക്കൊക്കെ എപ്പോഴെങ്കിലും പാട്ട് എഴുതണമെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുത്തിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് എന്തായാലും അത് സിനിമയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രൊഡ്യൂസർ വീട്ടിലില്ലേ? അതെ. അല്ല, ഞാന് ഡയറക്ടർ സിനിമ അറിയില്ലേ? അതറിയാം. ഞാൻ ഒരെണ്ണത്തിന് കുറെ അധികം അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതല്ലേ? തനിയൊക്കെ എനിക്കായിരുന്നു ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയത്. പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമിക്കാണ് ആക്ട്രസ് അവാർഡ്. പിന്നെ ഇന്ത്യൻ പനോരമ, പിന്നെ ഒത്തിരി അവാർഡ് പ്രഖ്യാപിക്കുന്നൊക്കെ എനിക്ക് ആ വർഷത്തെ അവാർഡ് എനിക്കായിരുന്നു. അത് കഥാ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം ഞാൻ തന്നെയാണ്. തനിച്ചല്ല ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കും കൽപ്പനയ്ക്കുമല്ലേ നാഷണൽ അവാർഡ്. അത് നാഷണൽ അവാർഡ് കിട്ടിയ എനിക്കാണ്. അപ്പം ഞാൻ ഈ ഡയറക്ഷനിലേക്ക് വരാനുള്ള ആയിരുന്നല്ലോ എൻ്റെ ആഗ്രഹം, ഡയറക്റ്റ് ചെയ്യാന്നുള്ള സിനിമയായിരുന്നല്ലോ. അപ്പം ഞാൻ അതിലേക്കും 2007 മുതൽ 2000 കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടത്, പ്രൊഡക്ഷൻ വിട്ടു. പിന്നെ ഇതിലേക്കായിരുന്നു ഞാൻ വന്നിട്ട്. പിന്നെ ക്രോസ് റോഡിനകത്ത് ഒരു സിനിമ എൻ്റെയാണ്. മനസ്സെന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അശോകൻ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു. അത് ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് എൻ്റെ സിനിമയാണ് എടുത്തത്. ഇങ്ങനെ നടക്കുന്നുണ്ട് കുറെ പരിപാടികൾ സൈഡിലുണ്ട്. എന്തായാലും ഇനി വരാനിരിക്കുന്ന വീണ്ടും വരാനിരിക്കുന്ന വിശേഷം അമരമാണ്. അപ്പം അമരം തിയേറ്റേഴ്സിൽ എത്തുമ്പോൾ നിങ്ങളെ പോലുള്ള കലാകാരന്മാരെ നമ്മൾ വീണ്ടും ഓർക്കും. നിങ്ങളോട് ഫോർ എവർ നമ്മൾ ഇതേപോലുള്ള ഒരു സിനിമ മലയാളത്തിന് തന്നതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അമരം 4K ദൃശ്യ മികവോടെ നവംബർ 7 മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക്.